ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏപ്രിൽ 2021 മൈക്രോബയോളജി, മൈക്കോളജി, ലൈക്കനോളജി ആൻഡ് പ്ലാന്റ് പാത്തോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2022 രണ്ടെണ്ണം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2021 പാറ്റേൺ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാം എഴുതിയവർക്ക് സപ്ലി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയതാകും. അങ്ങനെ വരാനാണ് സാധ്യത. ഓക്കെ, ഇനി ഈ പേപ്പർ നേരത്തെ പേപ്പർ പോലെ 2022 21 അഡ്മിഷൻ പേപ്പർ പോലെ 24 സീലിംഗ് ആണ് സെക്ഷൻ എയിൽ വരുന്നത്. അതുപോലെ ബിയിൽ 25 സീലിങ്ങും സി പാർട്ടിൽ 11 മാർക്കുമാണ് ക്വസ്റ്റ്യന് വരുന്നത്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വാട്ട് ഈസ് ട്രാൻസ്ഡക്ഷൻ ആണ്. ട്രാൻസ്ഡക്ഷൻ ഇതിൻ്റെ മുന്നേയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൈക്രോബയോളജിത്തെ ഒരു പാർട്ടാണ് ട്രാൻസ്ഡക്ഷൻ. പിന്നെ വാട്ട് ഡു മീൻ ബൈ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പ്ലാന്റ് ഡിസീസ്, ഗിവ് എക്സാമ്പിൾസ്. അത് പ്ലാന്റ് പാത്തോളജിയിൽ വരുന്ന ഭാഗമാണ്. ഡിഫറൻഷിയേറ്റ് നെക്രോസിസ് ആൻഡ് ക്ലോറോസിസ്, അതും പ്ലാന്റ് പാത്തോളജിയിൽ വരുന്ന ഭാഗമാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഡൈകാരിയോട്ടൈസേഷൻ ഇൻ ബസിഡോമൈസീഡ്സ്, അത് മൈക്കോളജിയിൽ വരുന്ന ഒരു പോർഷനാണ്. ഡിഫറൻഷിയേറ്റ് സൊറീഡിയ ഫ്രം ഇഷീഡിയ ഫൗണ്ട് ഇൻ ലൈക്കൻസ്, ലൈക്കൻസിലുള്ള സൊറീഡിയും ഇഷീഡിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ലൈക്കനോളജിത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കോസറ്റീവ് ഓർഗാൻ ബിഹൈൻഡ് ബ്ലാസ്റ്റ് ഓഫ് പാഡി, ബ്ലാസ്റ്റ് ഓഫ് പാഡീൻ്റെ കോസറ്റീവ് ഓർഗാനിസും അതിൻ്റെ 2 കൺട്രോൾ മെഷേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെയാണ് 2022 2001 അഡ്മിഷൻ ഞാൻ പറഞ്ഞില്ല 2 ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ ഇങ്ങനത്തെ പാറ്റേൺ തന്നെയാണ് ചോദിച്ചത്. ഇപ്പോൾ ഉള്ള പാറ്റേണിൽ 2 ഡിസീസിൻ്റെ കോസറ്റീവ് ഓർഗനാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ് ക്ലാമ്പ് കണക്ഷൻ, വാട്ട് ഈസ് ഇറ്റ്സ് റോള്, അത് മൈക്കോളജിയിൽ വരുന്നതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ഫെയറി റിങ്സ് ഓഫ് അഗാരിക്കസ് മഷ്റൂം, അത് മൈക്കോളജിത്തെയാണ്. റൈറ്റ് എ നോട്ട്സ് ഓൺ പെപ്റ്റിഡോഗ്ലൈക്കൻ, അത് മൈക്രോബയോളജിയിൽ വരുന്ന ഭാഗമാണ്. ഗിവ് എ അക്കൗണ്ട് ടു ഡിഫറൻഷിയേറ്റ് ഓഫ് ദ ഡിഫറെൻറ്റ് വ്യൂസ് റിഗാർഡിംഗ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ കമ്പോണൻസ് ഓഫ് ലൈക്കൻസ്, ലൈക്കൻസിൻ്റെ കമ്പോണൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് വ്യൂസിനെ കുറിച്ചിട്ട് എഴുതാനാണ്. 2 മാർക്കിനാണ്, അതിനനുസരിച്ച് എഴുതിയാൽ മതി. പിന്നെ ഡിഫറൻഷിയേറ്റ് ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്സ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് സാപ്രോഫൈറ്റ്സ്, എന്താണ് ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ്സ്, എന്താണ് ഫാക്കൽറ്റേറ്റീവ് സാപ്രോഫൈറ്റ്സ് എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വൈറോയിഡ്സിന് ഒരു എക്സാമ്പിൾ കൊടുക്കാം. അത്രയും ക്വസ്റ്റ്യനാണ്. 24 സീലിംഗ്. പാറ്റേണൊക്കെ സെയിം തന്നെ, 4 3 3 4 2 3 ആ ഒരു രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലേ, ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മൈക്രോബയോളജി, രണ്ടാമത്തെ ക്വസ്റ്റ്യനും 3ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യനും പ്ലാന്റ് പാത്തോളജി. അപ്പോൾ 3 പ്ലാന്റ് പാത്തോളജി ആയി. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനും 9ാമത്തെ ക്വസ്റ്റ്യനും 12ാമത്തെ ക്വസ്റ്റ്യനും 3 മൈക്രോബയോളജി ആയി. പിന്നെ മൈക്കോളജിയിൽ നിന്ന് 4ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യനും 8ാമത്തെ ക്വസ്റ്റ്യനും പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യനും 4 ക്വസ്റ്റ്യനായി. പിന്നെ ലൈക്കനോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനായി. ഓക്കെ, 5ഉം 10ഉം ലൈക്കനോളജിയിൽ നിന്നാണ്. ഓക്കെ, അത്രയാണ് ആ ഒരു പാർട്ട് എയിലുള്ളത്. ഇനി പാർട്ട് ബിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോബ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ, ആസിഡ് ആൻഡ് SCP, അതിൻ്റെ റോള്. അപ്പോൾ മൈക്രോബയോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. പിന്നെ സിംറ്റംസ് ഓഫ് പ്ലാന്റ് ഡിസീസ്, ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. പ്ലാന്റ് ഡിസീസസിൻ്റെ സിംറ്റംസ് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ പ്രൊഡക്ഷൻ, ആസിഡിൻ്റെ പ്രൊഡക്ഷനോ ആൽക്കഹോളിൻ്റെയോ ഏതിൻ്റെ പ്രൊഡക്ഷനും വേണമെങ്കിൽ ചോദിക്കാം, അതും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈ ചോദിക്കുന്നുണ്ട്. പിന്നെ മെക്കാനിസം ഓഫ് സിന്തസിസ് ഓഫ് വാക്സിൻ്റെ സിന്തസിസ്, പിന്നെ അസ്നിയയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാംസ്, പിന്നെ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ സെല്ല്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സാഗ് ഫംഗൈ. ഇതിൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്ലാന്റ് പാത്തോളജിയിൽ നിന്നും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ലൈക്കനോളജിയിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ ഈ SCP അത് മൈക്രോബയോളജിയിലുള്ളതാണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, വാക്സിനും മൈക്രോബയോളജിയാണ് 2 ക്വസ്റ്റ്യനായി, 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്.
പിന്നെ മൈക്കോളജിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി സി സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ക്ലാസിഫിക്കേഷൻ ആർക്കിടെക്ചർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വൈറസ്, അത് 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ ലൈഫ് സൈക്കിൾ ഓഫ് അഗാരിക്കസ് മഷ്റൂം, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഗാരിക്കസ് മഷ്റൂം ആൻഡ് ലൈഫ് സൈക്കിൾ സ്യൂട്ടബിൾ ഡയഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പം 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് മൈക്രോബയോളജിയിൽ നിന്നും ഒന്ന് മൈക്കോളജിയിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പാറ്റേൺ എങ്ങനെ വേണമെങ്കിലും ആവാം. അതായത് ലാസ്റ്റത്തെ ആ ഒരു സീലിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൈക്രോബയോളജിയിൽ നിന്ന് വരാം, മൈക്കോളജിയിൽ നിന്ന് വരാം, ലൈക്കണോളജിയിൽ നിന്ന് വരാം, പ്ലാൻ പത്തോളജിയിൽ നിന്ന് വരാം, ഏതെന്ന് വരാമെന്ന് പറയാൻ പറ്റില്ല. 1-2 തവണ റിപ്പീറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു മൈക്കോളജിയിൽ നിന്നും മൈക്രോബയോളജിയിൽ നിന്നും ആണെന്ന് തോന്നുന്നുണ്ട്. ഏതൊരു തവണ പ്ലാൻ പത്തോളജിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്തുകൊണ്ടാണ് 2022 2 ക്വസ്റ്റ്യൻ പേപ്പർ വന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഭാഗങ്ങൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതും കൂടി കണ്ടിട്ട് പഠിക്കാം. മൈക്രോബയോളജിക്കും മൈക്കോളജിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പ്ലാൻ പത്തോളജിയിൽ തന്നെ എല്ലാ ഡിസീസിൻ്റെയും കോസറ്റീവ് ഓർഗാനിസത്തിൻ്റെ പേര് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.